ഹായ് ഗായ്സ്, ഇതാണ് നമ്മളെ വലിയാപ്പള്ളി വടകര റോഡ് പണി നടക്കാത്തെല്ലാം കണ്ടോളി. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കറണ്ട് സിറ്റുവേഷൻ വടകര വലിയാപ്പള്ളി റോഡിൻ്റെ അവസ്ഥകൾ. പാട്ട് നോമ്പാമുത്തേ നോമ്പിന് പാട്ടൊന്നും കേൾക്കുമ്പോൾ അല്ലാഹു ശിക്ഷിക്കൂ. എന്തൊക്കെ ഞാൻ പാട്ട് വെച്ചില്ലല്ലോ. ഇനി വെറും വിളഞ്ഞത്തെ അടിപൊളി ട്രക്ക് അപ്പൊ നോമ്പെടുക്കാണ്ട് ഞാൻ നോമ്പെടുക്കലടാ. എനിക്കല്ലേ നോമ്പില്ലാത്ത ഇനിയല്ലേ ഒരു നോമ്പ് എടുക്കാത്ത. കടലാസ് അടിപൊളി പാട്ട് നിർബന്ധ എനിക്ക്. കോപ്പി റൈറ്റ് വരും മോനെ. റോഡ് പണി നടക്കുന്നുണ്ട്. വലിയൊരു പണിയൊന്നും നടക്കുന്നില്ല ഗായ്സ്. എന്താണ് നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. വിചാരിച്ച് ഭയങ്കര റോഡ് പണിയാണ്. ഇതെന്തെങ്കിലും നടക്കുന്നു? ഒന്നും നടക്കുന്നില്ല. സൈഡിലല്ല, ഇതാണ് പരിപാടി. ഇതാണ് പരിപാടി അല്ലേ? കുണ്ടും മുയ്യെല്ലാം നോക്കല്ലേ. അപ്പൊ ഇങ്ങനെ നാട്ടില് ഖത്തറില് ബോംബെല്ലാം വരുന്നുണ്ട്. അന്നാ സ്ഥിതി ആയി മൂത്രമൊഴിക്കുന്നു ഗൈസ്. അതാ ചാടി ബാക്ക് ചിക്കി. എന്തെന്നാ അതിൻ്റെ മോനെ ഇനി കളിക്കുന്നു. അതിൻ്റെ മോനല്ലേ, അതിൻ്റെ മോനെന്നല്ലേ ഞാൻ വിളിച്ചേ. ഞാൻ വേറൊരർത്ഥത്തിലല്ല വിളിച്ചത്. അതാണ് നിങ്ങൾ ധാരണ, തെറ്റിദ്ധാരണ. കരിമ്പ് ജ്യൂസ് ബംഗാളി. അടുത്ത ഞാനിവിടെ 2-3 കൗണ്ടർ ഇടും. ബംഗാളികളെല്ലാം അടിച്ചോടിക്കണം. യുദ്ധം പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തും വരുമാനം വേണ്ട അസ്മി. പറക്കലുണ്ട് ഗായ്സ് റൂട്ടുമലെ. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന പോലെയല്ല യുദ്ധത്തിന് റൂമിലിരിക്കുന്ന ലീവെല്ലാം എടുത്തിട്ട് ബോംബിൻ്റെ സൗണ്ട് ഒന്നും മൈൻഡാക്കാണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കുക. നല്ല നല്ല എൻ്റർടൈൻ വീഡിയോ 2 ദിവസം കൊണ്ട് വരുന്നതായിരിക്കും. കാരണം ഇന്ന് ഒന്നാ തിരക്കിലായിപ്പോയി. ഗൾഫിലുള്ളവർക്ക് ഈ നാട്ടുകാരൊക്കെ ആണല്ലോ ആരായിട്ട് വെറുതെ യുദ്ധമൊന്നും വിചാരിച്ച റൂമിലിരിക്കുന്ന ആൾക്കാരല്ല. എൻ്റെ ടൗണ് എൻ്റെ റോഡ് റോഡ് കാണിച്ചു. റോഡ് ഇവിടെ അനീസ് ഡിപ്പാൻ്റെ പൈസ എവിടെ ഗൈസ് വലിയ ടൗണ് ചാത്താത്ത സ്കൂൾ. നോമ്പ് പറ കാര്യമല്ല. നോമ്പല്ല ഇതാണ് മക്കളെ എത്തിങ്ങാന. അതിന് ആനമുട്ട കൊണ്ടൊരു അയിന് സ്കൂട്ടി ചില്ലീസ് വാങ്ങുക. ചില്ലീസ് ഷവർമ ഹോട്ടലിൽ ഷവർമ പാർസൽ മേടിക്കുമ്പോൾ വലിയ പള്ളി മുമ്പ് അതിൻ്റെ സമയം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ നിവാസമായിട്ടുള്ള ആളുകൾ കാപ്പി നോക്കുന്നു. എന്താ രസം ഇങ്ങനെ കാണാൻ. ഉള്ളൊന്ന് ചെടി കാണാൻ ഗേറ്റ് വെക്കുന്നതാണ് ഗേറ്റ്സ്.
അങ്ങോട്ടല്ല ഓർക്കുക. ആ ഇങ്ങോട്ട് 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 ഫുള്ള് തുറക്കടാ, ഫുള്ള് തുറക്കേ. ഇങ്ങോട്ട് അവിടെ കുടിയും പോയി തോന്നുന്നു. അങ്ങോട്ട് തുറന്നു, ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഫുള്ള് ഫുള്ള് പൈസ ഫുള്ള് തുറക്കേ. ഫുള്ള് മെല്ലെ 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 ഫുള്ള് തുറക്ക്. ഇങ്ങനെ പേടിക്കുന്നു. ഫുള്ള് തുറക്കേ. പുഷി പുഷി. നായൊന്നും നിങ്ങ തൊടൂല. അപ്പുറത്തോ അപ്പുറത്തോ അപ്പുറത്തോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ആ ഇനി ഈ ഗേറ്റ്, ഈ ഗേറ്റ്. ആ ഫുള്ള് പുഷി. ആ ആ മതി. ഡോറെടുക്ക് ഡോറെടുക്ക്. ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് കുറെ കാലം കഴിഞ്ഞ് ഗൾഫിൽ പോയിട്ട് കാണണം. അതാണ് അതിന്റെ വൈബ്. അതാ ബുള്ളറ്റ് എടുക്കൊണ്ട് വെച്ചിട്ട്. ഷാലു വന്നാ? ഷാലുവിന്റെ എന്താ ഷാലു വന്നേ. അതാ ഇസു. അതാരാ? ബ്രദറിനെ കണ്ടിട്ട് എന്താ ഒരു ഉഷാറില്ലാത്ത? കെട്ടിപ്പിടിക്കേ, കെട്ടിപ്പിടിക്കറെങ്കി. എന്ത് ഇതാണ് ഷാലിന്റെ ബൈക്ക് ഗായ്സ്. ഇതേടിയാ വീണ് പൊട്ടിയേ. ആ ബ്രേക്ക് പൊട്ടി, കണ്ണട പൊട്ടി, നായിനെ പേടിച്ചിട്ട് കൂടിയത്. ഇപ്പൊ മാറ്റിയേ കണ്ണട പൊട്ടി. വേറെ സ്ക്രാച്ച് ആണെന്നല്ല മോനെ മൊത്തം. റസ്ബി ഇനി ഇതും എടുത്ത് ബാലൻസും ഗായ്സ്. ഷാലു എൻ്റെ ഉമ്മാനെ കാണുന്നു ഗായ്സ്. കെട്ടിപ്പിടിച്ച് ആക്കിയത്. അവന് എക്സാം ആയതുകൊണ്ട് ഇപ്പോഴാണ് അവളെ വീട്ടിൽ നിന്ന് വരുന്നത്. SLC എക്സാം കഴിഞ്ഞോണ്ട് കെട്ടിപ്പിടുത്തൊന്നുമില്ല, ഒരു ഇതാള്ളൂ, കൈ കൊടുക്കലുള്ളൂ. ഇത് ഉപ്പാൻ്റെ ബൈക്കാണ് ഗൈസ്. ഇതാണ് നമ്മളെ ബൈക്ക്. ഇതാണ് റംബൂട്ടാൻ. നവാസ ഇതമ്മനെ മാങ്ങ ഉണ്ടാക്കിയതാ. ഇനി ഇതാ മണിമില്ലാതെ മുല്ല ഇട്ടിക്കതാ മക്കളെ കൂട്ട്. ഇവിടെയാണ് കാടാക്കും. മാങ്ങ ഗൈസ് ഇരുന്ന് പറിക്കുന്നതാണ് മാങ്ങ. തിന്നാലോ പറിച്ചിട്ട് അയക്കില്ല. ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാം രാജാറ്റിൻ്റെ കല ചെയ്തതാ. കൊണ്ടുവന്നു ഇരുന്നോ ഇരുന്നോ. അമ്മാൻ്റെ തട്ട് ശാലു പൊളിപ്പാക്ക് മേടിച്ചിട്ടോ. പൊക്കോളി മുട്ടല്ലതാ ശാലുവിൻ്റെ മുട്ട. മുട്ട ശാലുവിന് ഐസോ നല്ല ടേസ്റ്റുണ്ടോ? ശാലു എടുത്താ ഇങ്ങക്കാ മേടിച്ചേ. ഞങ്ങൾ കഴിച്ചോ. നല്ല നാടൻ ചിക്കൻ പൊരിച്ച ഗൈസ്, നല്ല ടേസ്റ്റാണ്. നല്ല മൃഗങ്ങൾ നമ്മളെ നാട്ടിൽ പരത്തിയിട്ടൊത്തില്ലെന്ന് അറിയാം. അത് നല്ല ചിക്കൻ കറി. എന്താ മുടി നല്ല സ്റ്റൈലായിക്കല്ലോ മാഷാഅല്ലാ. ഞാൻ ആപ്പിൾ മേടിക്കാൻ എന്നോട് മറന്നുപോയി. ആപ്പിൾ മേടിക്കാൻ മറന്നുപോയി. മുമ്പ് ഓർക്കുമ്പോഴത്തേക്ക് ആപ്പിളില്ല. പിന്നെ ഒരു പഴം എടുക്ക്. ശാലുവിൻ്റെ ഈ ആപ്പിളില്ല, അത് കട്ട് ചെയ്ത് മുറിച്ച് വെച്ചു.
കോമഡി. ഈ ആപ്പിൾ ഉണ്ട് ഇവിടെ, ആദർശിൻ്റെ ആപ്പിൾ. അത് കട്ട് ചെയ്തിട്ട് 4 പീസ് ആയിക്കോളെ. ഒരു പീസ് എനിക്ക് വേണം. പക്ഷെ ആ ആപ്പിളിന് നല്ല ഫാൻസ് വേറുണ്ടാവൂലേ. റീലിടുക പിന്നെ ചൊറിയത്. അപ്പം അതിൻ്റെ ഇത് ക്രിഞ്ച് എന്നൊന്നും പറയുന്നത്. പൊളി പൊളി. ഞാൻ എടുക്കുന്ന ഇത് ഞാൻ എടുക്കുന്ന ഇത് chocolate strawberry. No. Chocolate. Dark chocolate. Dark chocolate, no? ഒന്ന് ചെസ് അടിച്ചാലും മനക്കറിയാം. താങ്ക് യു. അതാവരെ ഞങ്ങളിങ്ങനെ വൈബടിക്കാണ് ഗൈസ്. ഫോണെടുത്ത എന്നാ ഫോണ്. രാത്രി സമയം 12 അല്ലേ? ജയ്സൂനെന്നാ വെച്ചാൽ വിളിച്ചു ഉമ്മാക്കും എനിക്കൊരു നാളെ പാർസൽ കിട്ടുക. എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെ നേരത്തെ എടുത്തോളാം. പെരുന്നാളിന് തലേദിവസം ഒന്നും വന്നെടുക്കുന്നുണ്ടാവില്ല. പറഞ്ഞില്ലാണ്ട ഭയങ്കര തിരക്കായിരിക്കും. കല്യാണത്തിന് സാരി ഇട്ടോ. ചാലു 2000 തെങ്ങി പൈസ കളത്താൻ പറ, സത്യം പറ. ഇന്ന് 450 എടുത്തല്ലോ. എവിടെയും പോയാ അവനെയും കൂട്ടി ശാലുവിനെയും കൂട്ടിട്ട് അതെവിടെയാ? ആ അതാ. അതായിരുന്നാ വീഡിയോ. തവക്കിനെ പോലുണ്ട്. ആടാ മോഡാണ് കവക്കിനെ പോലെ തന്നെ. അവങ്ങനെ നമ്മളെ നാട്ടിലല്ല എല്ലാരും ഉറങ്ങുന്നത്. വീഡിയോ എടുക്ക, അങ്ങോട്ട് തിരിച്ചെടുക്കില്ല. ഗ്ലാസ് മാത്രം എനിക്ക് എങ്ങനെയാ ഇങ്ങനെ ഞാൻ എടുക്കുക? ഇത്രയും ആൾക്കാർ ഇനി ഇറങ്ങുമോ? ഞാൻ മുന്നോട്ട് എടുത്തിട്ടാ നിങ്ങളെ മേടിച്ച് കഴിച്ചിട്ടങ്ങ് വരും. അതൊന്നും മേടിച്ചു ഫോട്ടോ എടുത്താ
500 കിട്ടിയിരുന്നില്ല. ഐസോട് പോയി ടേസ്റ്റുണ്ടാ എക്സ്പ്രഷൻ കാണിക്കും ഇതാണ് മദർലാൻഡ് സോഡ, മറ്റേ പാലക്കാടൻ സോഡ, ഒരു അണ്ണാച്ചിന്റെ സോഡ ഇവിടെ കൊണ്ടുപോയിട്ട് മോരും സോഡ അല്ലടാ ഇത്, കാന്താരി മുളകും എല്ലാരും നോക്കുകയാണ് ചോദിക്കുന്നത് കുപ്പി എന്താ എടുത്തിട്ട് പോയി. ആ കുപ്പി എടുക്കണോ? ഇല്ല നല്ല പാട്ട്. strawberry. Hi bro. ഒന്ന് ചെസ് അടിച്ച ശേഷം താങ്ക് യു. ഒരു മണിക്കുള്ള വൈബായത്. അതാ ഒരു 1:10 സമയം 12. നിങ്ങളെ യുദ്ധവും കുന്തവും ഇവിടെ ആർക്കും ഓർമ്മയില്ല. എനക്കെന്നെ ഫോണം നോക്കാൻ സമയമില്ല, എനക്കെന്നെ ഓർമ്മയില്ല. ഇവിടെ എന്താ വൈബ് മക്കളെ, സാട്ട് ഐസോട് പോയി ടേസ്റ്റുണ്ടാ എക്സ്പ്രഷൻ കാണിക്കും സോഡ, മറ്റേ പാലക്കാടൻ സോഡ, ഒരു അണ്ണ ചക്കകൾ കൊണ്ട് ആറാട്ടം ഗൈസ്. 22 ചക്ക ഉണ്ട് ഒരുമിച്ച് വലിച്ച നമ്മളെ കൊക്കോ എടുത്ത് കാണാൻ കൊക്കോ. ആ മക്കളെ ഉണ്ടാക്കിയത് ഇതാ കൊക്കോ. ഇല്ല ഇനി സമയം എടുക്കും. മഞ്ഞ കളറിങ് വരുമല്ലോ. ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് ബുള്ളറ്റുമ്പോൾ കൊണ്ടുവന്ന കൊക്കോ. എൻ്റെ വീഡിയോ ഉണ്ടായില്ലേ, കൊലച്ചില്ലേ രണ്ടൂന്നുണ്ട് കൊല. കൊറേ തൈ പോണം. കുരുമുളക് ഉണ്ടായിരിക്കുന്നത് ഇത് ഇവിടെ ഉള്ള പൈപ്പ്. അങ്ങനെ ആണ് ശ്യാമ് ആരോ വിളിച്ച് കത്തിയടിക്കുന്നത്. നടക്കട്ടെ സങ്കടം ഉണ്ടല്ലോ. ആചേട്ടാ നമ്മളെ വീഡിയോ എല്ലാം കണ്ടിട്ട് ആൾക്കാരിലെന്നാ പറഞ്ഞേ നിങ്ങളെ പണ്ടത്തെ മോഡലായിട്ടുള്ള അഭിപ്രായം? ആ ഏത് വീഡിയോ? എന്താ ബാക്കിയില്ല. ഞാൻ പറഞ്ഞു ഇത് ആളിപ്പോ എത്തുള്ളൂ, ചിലപ്പം പെരുന്നാൾ അടുപ്പിച്ച് വരും എന്നെല്ലാം പറഞ്ഞു. ആ ഏത് വീഡിയോ? സിറാജിന്റെ വീഡിയോ നമ്മളെ വീഡിയോ? സിറാജിന്റെ എത്ര ആ നമ്മളെ വീഡിയോ അടിപൊളി. ഓ നമുക്ക് തുടങ്ങണ്ട വീഡിയോ? ആ അതിന്റെ കാറ് ആരാ നിങ്ങൾ ഏറ്റവും കൂടുതൽ മോളും മക്കളല്ലെന്ന് പറഞ്ഞ വീഡിയോ? ഓരല്ല പുറത്തുനിന്നുള്ള ആളുകളെ പ്രതികരണം. ആ മോളും മോനിൽ നിന്നാ ചിത്താർണിക്ക ഒന്നും പറഞ്ഞില്ല.
ഇതെന്താ തലക്ക് സുഖമില്ലാണ്ടായോ മോള് എല്ലാ സമനില വെച്ച് വെച്ചാ ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്നും ഇല്ലായല്ലോ. അല്ല ഇത് പിടിക്കുന്ന ആൾക്കാരെ കേന്ദ്രത്തിലാ ഞാൻ ഇത്. നല്ല നോമ്പ് തുറന്നിട്ട് അമ്മായി കൊണ്ടെത്തുന്നത്. ഇല്ല എന്നല്ലേ അപ്പറാവും പറ്റുന്ന എടുത്തു. നല്ല മാങ്ങ കേട്ടോ, ചോന ഉള്ള മാങ്ങ. ഹായ് സക്കുട്ടി ഗായ്സ്. സിസ്റ്റേഴ്സ് പച്ചക്കുതിരി പിന്നെ റോസ് കുതിരയെല്ലാം ഉണ്ടല്ലോ. എന്തെല്ലാം സുഖം. ഇതാണ് കുടുംബസംഗമത്തിന്റെ ഖജാൻജിയന്റെ മെയിൻ ഹള. നോക്കാനല്ലോ ഇവിടുത്തെ ചെടിയെ പറ്റി എന്നാ അഭിപ്രായം? വേണ്ടാ ബോറാ? എല്ലാ കളറും ഇവിടെ ഓർഡർ ചെയ്തിക്കേ. എല്ലാം ഇപ്പം വരും ഇടുക്കിന്ന് വരും, ഇടുക്കിന്ന്. അത് പറഞ്ഞായിരുന്നു നിങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. സൗദി ചോദിക്കില്ലല്ലോ. ചായ എടുത്ത് ജ്യൂസ് എടുത്ത് കുറക്ക് എല്ലാ ഇന്നലെ നൗഫലിന്റെ നോമ്പ് പറയാലോ. ഇന്നലത്തെ നൗഫലിന്റെ നോമ്പ് പറയാ. ഇവിടെ വന്നിട്ട് ഇവൻ പറയാ
ഇന്നലത്തെ മന്തി പോരാ വല്ലാണ്ട് വേവ് കൂടി പോയി. ഇവിടെ നോമ്പ് നിറക്ക് മന്തി ഗൾഫിലുള്ള പട്ടിണി അറിയാനേക്ക്. ഇവിടെ ഓരോ വില്യാപ്പള്ളി കപ്പ ഇങ്ങനെ മറ്റേത് തിരിച്ചത്. ഇവിടെ തൈല ജറാമില് ഒരു നോമ്പ് നിറക്ക് ഒരാളെ 5,000 രൂപ. ഇവിടെ ഉപ്പ് തൊട്ട് എന്നും തക്കാരോ സൽക്കാരോ നോമ്പ് പോരാ. പിന്നെ പള്ളിയിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ട് ഡെയിലി നോമ്പ് ഉറപ്പിക്കണം. എന്റെ ഇവിടെ വന്ന് കുറ്റം ഓന്റെ മൂർക്കാറ്റം തന്നിട്ട് കുറ്റം പറയുന്നത്. ഗ്യാസും ഇല്ല ഒന്നുമില്ല. ഗൾഫുകാർക്കല്ലേ ടിക്കറ്റ് എടുത്ത് കൊടുക്കണങ്ങള്. എന്നിട്ട് ഏതാ കുറ്റോ? ഇവൻ 2000 ഒരു 100 റുപ്യ പിരിവ് കൊടുത്തിക്കണം. 2000 ദിവസം മാസം 35,000 40,000 റുപ്യ ഉണ്ടാക്കുന്നത്. ഗൾഫ് രസീത് 2000 റുപ്യ ശമ്പളം, റൂമും ചെലവും കഴിച്ച് 12-14 മണിക്കൂർ പണി. 12-14 മണിക്കൂർ പണിയാ. ഓലെന്ത് വേണ്ട പോവും, ഇവിടുന്ന് പോവും പള്ളിക്കാരും കമ്മിറ്റിക്കാരും പിന്നെ മറ്റേ നാട്ടുകാരും പിരിവിന് വിളിക്കും. ഓല ഇടുന്ന ഒരു 100 റുപ്യ മേടിച്ചു കഴിഞ്ഞാൽ ഓല എണ്ണിച്ചുട്ടപ്പം പോലെ 250 റുപ്യ 300 റുപ്യ ഉണ്ട്. ഓല ചെലവ് ഫോണ് വിളി ഫുഡ് എല്ലാം കഴിച്ചു പോകുന്നതായിരിക്കും. എന്നിട്ട് നാട്ടിൽ അയച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോ കടം. ഞാൻ പറയാന്നാ, ഞാൻ എനക്ക് വേണ്ടി പറഞ്ഞല്ല, എനക്കൊന്നും അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയാന്നാ 2000 റുപ്യ ശമ്പളം ഉള്ളവർക്ക് നാട്ടിലും കൂടി കഴിച്ചാൽ ഒന്നും സേവിങ് ഉണ്ടാവില്ല. അസുഖം വേറെ, ഫാമിലിനെ വിളിച്ചിട്ടുള്ള പ്രഷർ വേറെ, ആങ്സൈറ്റി വേറെ. ഇവിടെ ഉള്ളവർക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം ഒന്നും ഇവിടെ ഉള്ളവർക്കില്ല. ഇവിടെ ഫുള്ള് ഓണല്ലേ. ഇവിടെ നാദാവരിലും അന്തതും ടെൻഷൻ ഉണ്ട്. ആടെ ഈ റീലും കാര്യമെല്ലാം കണ്ടിട്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് റൂമിൽ നിന്ന് മൂട്ടക്കടി വേറെ. അങ്ങനെയുള്ള ഓല എടുത്ത് 100 റുപ്യ മാസം ഓരോരുത്തർ പോവും പിരിവിന് ഇടപെട്ടു. ഒരു പള്ളിയിൽ ഇവിടെ ഇപ്പൊ 3 കൊളത്തൂര പള്ളി, തായുള്ള സെറാമി, വില്യാപ്പള്ളി പള്ളി, മദ്രസൽ പള്ളി, വരിസംഘ, തിറ്റേത് മറ്റേത് ഓരോരുത്തരെയും പറയുന്ന. പിന്നെ പുറത്തുള്ള കാർപ്പറ്റ് ചേഞ്ച്, ക്യാമറ, അത് ഇത്, പള്ളിപ്പിരിവ്, കല്യാണം, അസുഖം, ഇതെല്ലാം ഇവലെടുന്നാ മേടിക്കുന്നത്. ഇവിടെ വന്നാലോ പറയൂ പോവാ ഫുഡ് പാർട്ടി അത് വേറെ. ഓല് കടം മേടിച്ച് പിന്നെ അങ്ങ് പോയി വിട്ടിട്ട ഫാമിലി ഓളുമായിട്ട് തെറ്റുന്നുണ്ടാവും. പിന്നെ ഓള് വേറെ ആളോട് ഇവിടെ ഫോൺ ചെയ്ത് കളിക്കുന്നുണ്ടാവും. ഇതിന്റെ എല്ലാം ടെൻഷൻ വേറെ പിന്മാറണം. ഇവൻ 2000 ഒരു 100 കൊടുത്തിക്കില്ല. 2000 ഒരു പള്ളിക്ക് ഇവൻ പൈസ കൊടുത്തിക്കില്ല. എന്നിട്ട് നിങ്ങൾ കൊടുത്തിക്കാ നിങ്ങൾ ഇയാളെ വില്യാപ്പള്ളി പള്ളിയിൽ നോമ്പ് തുറക്കും പെണ്ണിന്ന്. ഗൾഫിൽ മാത്രല്ല ഇവിടെയും കൊടുക്കും. എന്തിനല്ല കുടുംബ ഫണ്ട് ഉണ്ടാവും. കുടുംബത്തിൽ ഒരാൾ മരിച്ചതിനുള്ള സഹായം. ഇന്നാളത്തെ ഇവന്റെ കുടുംബത്തിൽ നിന്ന് എന്തോ 100 റിയാലിന് പിരിവിന് ചോദിച്ചാലോ? എന്നോട് എങ്ങനെയാ പിരിവിന് ചോദിക്കുക? എല്ലാ ആവശ്യത്തിനും എനിക്ക് കുടുംബക്കാരുമാണ്. കുടുംബക്കാർക്ക് ഒരു പിരിവിന് വന്നേരം എനിക്ക് കൊടുക്കില്ല. എല്ലായിടത്തും വരും. ഒരേ മുറിച്ചാണ് ഇടൂ. നമ്മൾ കൊരയിലെ ചെലവും കഴിക്കണോ, സമ്പാദ്യം കൊടുക്കണോ, നമ്മളെ ഞാൻ നെഗറ്റീവ്. അതന്നെ എല്ലാം നോക്കണോ? നിങ്ങള് കഷ്ടപ്പെടുന്ന കാണുന്നില്ലല്ലേ ഈ ശരീരവും വെച്ചിട്ട്. എത്ര ചെലവ് വെച്ചിട്ട് ഓല് പറഞ്ഞാലും ഒരു ദിവസം ഒരു 20,000 കള്ളാസ് എടുക്കാൻ കാട്ടി ഇതെല്ലാം പിരിച്ചാ ഞാൻ ആരും കൊടുത്തിട്ടില്ല. പണിയെടുക്കുന്നുണ്ട്, ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുറേശ്ശെ. ഓരോരോ 500 വേണമെന്ന്. അതാണ് മെയിൻ. നമ്മള് 100 തരാന്ന് പറഞ്ഞാൽ അവർക്ക് 500 വേണം ചോദിച്ചങ്ങ് ഒപ്പിച്ച്. അല്ല ഞാനിപ്പോ എന്താന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞിട്ടെ പിന്നെ പറയാൻ പാടില്ല എന്നാലും പറയാം. ഈ കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർ പണിയില്ലാണ്ട് അവിടെ നിൽക്കുന്നു. കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർ പണിയില്ലാത്ത അപ്പൊ നമ്മക്കറിയാം. അപ്പൊ നമ്മള് ആരും പോലെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ആടക്കറിയാന്നേ, അവിടെ ആരും ഉണ്ടാവില്ല. ഇവിടെ അതേപോലെ ഇപ്പം പണിയില്ലാണ്ട് കുറെ പേരുണ്ട് ഖത്തറിൽ ഇപ്പം അടയ്ക്കുന്നുണ്ടാവും. ആ പോലിക്കെല്ലാം നിങ്ങൾ സഹായം കൊടുക്കുന്ന പറഞ്ഞല്ല, അത് ഞാൻ വെറുതെ ഒന്ന് ആക്കി പറഞ്ഞതാ. ഇങ്ങനെ ചില സംഭവങ്ങള് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓർമ്മിപ്പിക്കാൻ പറ്റും. ഇവിടുന്ന് എല്ലാവരും പിരിവിനെന്ന് നിങ്ങൾ കുറച്ച് പൈസ ഓർക്കും കൊടുക്കുക. അന്നേരം എനക്കിത് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനക്ക് നിങ്ങളിത് വേണ്ടിയിട്ടോ ഞാൻ റിച്ച്, ഞാൻ ഭൂലോക റിച്ച് കണ്ട ചാർട്ടർ ഫ്ലൈറ്റ് വിട്ടിട്ടാ ഞാൻ വന്നത്. ഞാൻ സീലി അതുകൊണ്ട് എന്റെ കാര്യമല്ല, ഞാൻ പബ്ലിക്കിന്റെ കാര്യം പറഞ്ഞ. നിങ്ങൾ എന്നെ കൊള്ള കുതിര കാര്യമില്ല. ഞാൻ നെഗറ്റീവ് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ഫാക്ട് പറഞ്ഞതാണ്. എനക്ക് വേണമെങ്കിൽ നിങ്ങളെ ചാടി പിടിച്ചിട്ട് എല്ലാത്തിനും പിരിവ് വന്നിട്ട് എനിക്ക് പേരെടുക്കാം. എനക്ക് വേണ്ട പേരെടുക്കുന്ന പോലെ ഉണ്ടാവും. അതിൽ എന്നെ പെടുത്തന്നെ എള്ള മുഖത്ത് നോക്കിട്ട് പറയും ഇത് പറയുന്നേ ഈ ഒരു പോലീസുകാരുടെ ലുക്ക് അയക്കണ്ടല്ലോ. രണ്ട് കുടുംബ ഫണ്ട് വന്നിട്ടില്ല. കുടുംബത്തിന് മരിച്ചൊരു അത് 500 മുറിച്ചില്ലേ.
പക്ഷെ എന്ത് ചെയ്യാൻ ഇല്ലെങ്കിലും അത് കൊടുത്തേ പറ്റും, അത്രയും കഷ്ടപ്പാടാണ്. അതാണ് നമ്മൾ പണിയെടുക്കുന്ന വെച്ചാൽ ഇങ്ങനെ പോകും. പിന്നെ വീട്ടിലെ ചെലവാണ് 500 എൻ്റെ മോൻ്റെ മക്കളുടെ 100 റുപ്യയുടെ സാധനം ഓടിക്കാനുള്ള ആപ്പിളായിട്ടും നാരങ്ങയായിട്ടും മുന്തിരിയായിട്ടും പിള്ളേർക്ക് പിന്നെ എന്താ പൈസ ഉണ്ടാവുക? അതാ സ്ഥിതി. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ജീവിക്കുന്ന എങ്ങനെയാ? ഞാൻ ബൈക്ക് എടുത്തോണ്ട് പറഞ്ഞില്ല, എന്നോട് പറയാ പെട്രോൾ അടിച്ചു പൈസ ചെലവായി പോകും. അന്ന് പറഞ്ഞതാ, ഞാൻ ചോദിച്ചെല്ലാം പൈസ വരെ പറഞ്ഞു. വേണ്ട, എനിക്ക് പെട്രോൾ അടിക്കണം. ഇന്ന് അതല്ല, ഇന്ന് ഇൻസ്റ്റാഗ്രാം വന്ന് കുറച്ച് ഗേൾ ഫ്രണ്ട് എല്ലാവരും ബൈക്കില്ലാണ്ട് സ്റ്റാൻഡേർഡ് പറ്റുന്നില്ല. സ്റ്റാൻഡേർഡ് പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് തിരക്കോ അങ്ങനെയല്ല, അതൊന്നല്ല. ഇവിടെ വന്നിട്ട് ബുള്ളറ്റ് എടുത്ത് പോകും. ആരെ കാണുവേ? എല്ലാം മനസ്സിലായത്, എല്ലാം മനസ്സിലായത്. ഇപ്പൊ ഗ്ലാമറായി കണ്ട, ഷർട്ടിന്റെ ഇപ്പൊ മൊഞ്ചായിട്ടുണ്ട്. അടിയിൽ വേറെ ടീഷർട്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആരോ ഷാമ എന്റെ വണ്ടി നമ്പർ ആൾക്കാർ നോട്ടീസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ആരോ കുടുങ്ങിയിട്ടുണ്ട്. അതാ ബുള്ളറ്റ് എടുത്തിട്ട് പൈതലിൽ ഇങ്ങനെ പോണേ. ഹോംവർക്കൊന്നുമില്ല. എന്തായാലും ഇനി ഡ്രസ്സ് കഴിക്കലൊന്നുമില്ലേ? പണ്ടത്തെ അയില പൊരിച്ചതേ വൈബട്ട. പണ്ട് ഉമ്മ പൊരിക്കുന്ന അതേ അയില, വേണ്ട ഉപ്പേരി, മരട്ടിയ കറി, നല്ല മാങ്ങട്ട പരട്ടിയ കറി കഴിച്ചു. നല്ല മാങ്ങ. നാട്ടിൽ ഗൾഫിൽ യുദ്ധത്തിലായിട്ട് നല്ല ഏതരിയ എന്തരിയാന്നാണ് ഒരു പൂവോലത്തെ അരി. ഫസ്റ്റ് ചോറ് നാട്ടിൽ നല്ല അയലക്കറി കഴിച്ചു. ഏലത്തിൽ കഥൻ്റെ വെള്ളിയാഴ്ച ചോറ് കഴിക്കറ അങ്ങനെ ഉണ്ടാ. നല്ല മാങ്ങ പൊരിച്ചതും പൂളി. നമ്മൾ ലൈലത്തിൽ കടൽപ്പെട്ട നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട്? കൈകാടുന്നു വീഡിയോന് വേണ്ടിട്ട് എനിക്ക് വന്നിട്ടില്ല. ടൊമാറ്റോ നീ നസുവേനൊന്നും വിളിച്ചു നോക്കിക്കില്ലല്ലോ. നസുവേന നല്ല അടിയാണല്ലോ മൂച്ചറ. एक चाय मिलेगा? मतलब बिल्ली കൊടുക്കുന്ന ശ്യാമാണ്. ബില്ലിന്റെ കൊടുത്താൽ ശ്യാം ഉണ്ടായിരം എന്തോ ചായന്റെ പൈസ കൊടുത്തിട്ടില്ല. ഉണ്ടായിരം എനിക്ക് എന്നല്ല അപ്പൂപ്പനെ പോലും ഇതുവരെ ബില്ല് കൊടുത്തിട്ടില്ല. ഇനി ഇതുവരെ ആർക്കും ഞാളിങ്ങനെ സംസാര വിഷയമാണ്. ഇതുവരെ ഒരാൾക്കും ബില്ല് കൊടുത്തിട്ടില്ല. അല്ല അതൊന്നും കാണാം. താഴെയല്ല താഴെ എൻ്റെ മുഖമുള്ളൂ.
പോകാനുള്ളൂ. മെല്ലെ റൊമാൻറ്റിക് കപ്പിൾസ് ഫുൾ ടൈം നിസ്കാര. രാവിലെ 10 മണി. എന്ത് നിസ്കാര വിളി ഇത്? ഇവിടെ സ്വർഗത്തിൽ കൊട്ടാരം കൊടുത്തേക്കാ പഠിച്ചോനെ. മനസ്സും നന്നാകണം. ശിക്കത്തിയ ഗൈസ് 5 പൈസ ഒരാൾക്ക് കൊടുക്കുന്ന ഇഷ്ടമില്ല. പക്ഷെ നിസ്കരിച്ചിട്ടില്ല പഠിച്ചോ. ഇതിനൊക്കെ തുറന്നിട്ട് അതിൻ്റെ ചെടികൾ എന്തെന്ന് അസ്വി? ഇവിടെ ഇതാ, ഇങ്ങോട്ട് വാ. ഫോട്ടോ എടുക്കണോ? ഫോട്ടോ എടുക്കണോ? കൊടുത്തില്ല. എന്തോന്നെ 1000 കൊടുത്തിരുന്നു. മറ്റേ കണ്ടിക്കില്ല. പണ്ടത്തെ അയില പൊരിച്ചതേ വഴിപ്പെട്ട. പണ്ടുമ്മ പൊരിക്കുന്ന അതേ അയില. വേണ്ട ഉപ്പേരി, മരട്ടിയ കറി, നല്ല മാങ്ങട്ട പരട്ടിയ കറി കഴിച്ചു. നല്ല മാങ്ങ. നാട്ടിൽ ഗൾഫിൽ യുദ്ധയിലായിട്ട് നല്ല ഏതരിയ എന്തരിയാന്നാണ് ഒരു പോലത്തെ അരി. ഫസ്റ്റ് ചോറ് നാട്ടിൽ നല്ല അയലക്കറി കഴിച്ചു. ഏലത്തിൽ വെള്ളിയാഴ്ച ചോറ് കഴിക്കറാ. അങ്ങനെ ഉണ്ടാ. നല്ല മാങ്ങ പൊരിച്ചതും പൂളി. നമ്മൾ ലൈലത്തിൽ കടൽപ്പെട്ട ഇങ്ങനെ ഓർമ്മയില്ലേ പണ്ട്?
ആ കൈകാടുന്നു ടൊമാറ്റോ നോമ്പെടുക്കുന്നില്ല, ഫുഡ് കഴിക്കണ്ടേ? നീ നസുവേനെ ഒന്നും വിളിച്ചു നോക്കിക്കില്ലല്ലോ. നസുവേനാ